എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ബജറ്റ് ട്രിപ്പ് അയർലൻഡിൽ നിന്നും പോർച്ചുഗീസിലോട്ടും സ്പെയിനിലോട്ടുള്ളൊരു 8 ദിവസത്തെ ബജറ്റ് ട്രിപ്പാണ് ഞങ്ങൾ പോയത്. റെയിനെയറാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ഡബ്ലിന് നല്ല ഐറിഷ് ഓൺഡ് എയർലൈൻസ് ആണ്. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വീണ്ടും സൗണ്ട് ഇട്ട് വീണ്ടും ഇടുവാണ്. അപ്പം നല്ല ബജറ്റ് എയർലൈൻസ് ആണ്, വളരെ ചീപ്പായിട്ട് പോകാം. നല്ല സൗകര്യങ്ങളൊക്കെ ബജറ്റ് എയർലൈൻസ് ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും അവർ തരുന്നുണ്ട്. നല്ല 2.5 മണിക്കൂർ ട്രിപ്പാണ് ഉണ്ടായിരുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഫുഡൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം, എന്നാലും വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് 12:30 ഇറങ്ങിയിട്ട് 3 മണിയായപ്പോൾ ഫറോയിലെ എയർപോർട്ടിലോട്ട് ചെന്നു. ഫറോ എയർപോർട്ടിലാണ് ചെന്നിറങ്ങാനായിട്ട് പിന്നെ പ്ലാൻ ചെയ്തത്. നല്ല ഒരു ചെറിയ എയർപോർട്ട്. അവിടെ നിന്ന് ബസ്സിൽ ഞങ്ങൾ സിറ്റിയിലോട്ട് പോയി. സിറ്റി സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമല്ല യൂബർ ടാക്സി വിളിച്ചത്. ഒരു പ്രാവശ്യം ഞങ്ങളൊന്ന് ബസ് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്. ഇത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു എയർപോർട്ടാണ് ഫറോ എയർപോർട്ട്. ഒരു ചെറിയ എയർപോർട്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ സിറ്റിയിൽ ചെന്നതിന് ശേഷം നല്ലൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ കയറി. ഷോപ്പിംഗ് സെൻറ്റർ വളരെ ഒരു നല്ല ഷോപ്പിംഗ് സെൻറ്റർ. അതുപോലെ അവിടെ എല്ലാ ബ്രാൻഡഡ് തിങ്സൊക്കെ കിട്ടുന്ന പിന്നെ ഒരു ഷോപ്പിംഗ് സെൻറ്ററായിരുന്നു. അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് പാർക്കുകളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഫൗണ്ടനും പിന്നെ ഒരു 3 നിലയിൽ നല്ല ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു എയർപോർട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിനകത്തോട്ട് ചെന്നു. ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് അനുവദിച്ചത്. താഴത്തെ നിലയിലായിരുന്നു. ഒരു കിച്ചന്, നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കിച്ചന്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ലിവിങ് റൂം. ആ ലിവിങ് റൂമിൽ നല്ല പിന്നെ ലിവിങ് റൂമിൽ നല്ല സെറ്റിയും ഒരു സോഫ കമ്പഡും ഒരു ഡൈനിങ് ടേബിളും പിന്നെ ടിവിയും AC-യും. അത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു പിന്നെ ബാൽക്കണിയെല്ലാം ഉള്ള മനോഹരമായിട്ടൊരു ലിവിങ് റൂം. അത് കഴിഞ്ഞിട്ടൊരു നല്ല ടോയ്ലറ്റ്, ബാത്ടബൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടും വലിയതായിട്ടുള്ളൊരു ടോയ്ലറ്റ്, വൃത്തിയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം. അതിൽ 2 സിംഗിൾ ബെഡുള്ളതാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. കാരണം 2 ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ അതും AC ഉണ്ട്. അതിൽ നിന്നും ലിവിങ് റൂമിലോ പിന്നെ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയിരിക്കാം. അവിടെ അതുപോലെ തന്നെ ബാൽക്കണിയിൽ വളരെ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഒരു ബെഡ്റൂമായിരുന്നു. നല്ല വൃത്തിയുള്ള, വളരെ നല്ല ലിനനൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ളൊരു ബെഡ്റൂമാണ് ഞങ്ങൾക്ക് അനുവദിച്ചത്. എന്നാൽ അധികം പൈസയും നമ്മൾ ചിലവാക്കിയില്ല. അവിടെ നല്ല സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് അതിൻ്റെ ഹോട്ടലിൻ്റെ എൻട്രൻസ്. സ്വിമ്മിംഗ് പൂള്, പിള്ളേർക്കുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട്, വലിയവർക്കുള്ളതും ഉണ്ട്. അവിടുത്തെ തന്നെ കെട്ടിടങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിനകത്ത് ചെറിയ ബാറും ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ചൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം എൻ്റെ ഫുഡ് മെനു ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയും കഴിച്ചു. പിന്നെ ഇത് നല്ല റെസ്റ്റോറൻ്റാണ്. നല്ലൊരു വൈബുള്ളൊരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല പിന്നെ പൂളൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫുഡ് ഞങ്ങൾ ഒരു ദിവസമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണിത്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ട്രിപ്പ്. അത് നമ്മുടെ ഒരു 10,000-40,000 രൂപ താഴെ ആയിട്ടു. പിച്ചുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുട്ബോൾ പിച്ചുകൾ, കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് റൊണാൾഡോയും ഇങ്ങനെ പിന്നെ പല കളിക്കാരുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതവിടെ അടുത്തുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. അത് ഇത്തിരി ദൂരെയാണ്. എന്നാലും ഞങ്ങൾ അടുത്ത് അത് ഞാൻ പിന്നെ വരുമ്പം പറയാം. ഇത് കുറച്ച് ദൂരെയാണ്. അവിടെ ഒരു ക്ലിഫ് വാക്ക് ഉണ്ട്. ക്ലിഫ് വാക്കിലൊക്കെ ഞങ്ങൾ പോയായിരുന്നു. ഇതിൻ്റെ ഓരോരോ വീഡിയോസ് എല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പറയുന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് അവിടുത്തെ ബീച്ച്, അത് പ്രിയാടി റോഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടുന്ന് കഴിച്ച ഫുഡാണിത്. അതുപോലെ നല്ലോണം എൻജോയ് എന്ന് പറഞ്ഞാൽ നല്ല
ഭംഗിയായിട്ട് എൻജോയ് ചെയ്തൊരു പ്ലേസ് ആയിരുന്നു. 7 ദിവസം അബ്സല്യൂട്ട്ലി 7 നൈറ്റും 8 ഡേയ്സും അബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്തു. ഈ നല്ല ബീച്ചുകളൊക്കെ അവിടെ വളരെ വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. നീല കളറിലും പച്ച കളറിലുള്ള വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് ഇറങ്ങാനൊക്കെ തോന്നും. അത്ര നല്ല ഇതൊക്കെ അങ്ങനെ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരുമായിരിക്കും, തിരയൊക്കെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരിക്കും, എന്നാലും അതെല്ലാം അങ്ങനെ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ഒരു ബീച്ചാണ്. ഇപ്പം നല്ലോണം ആളുകൾ എൻജോയ് ചെയ്യാൻ വരുന്നൊരു ബീച്ചാണ്. അതിനെക്കുറിച്ചൊരു പ്രത്യേകം വീഡിയോ ചെയ്യാൻ നോക്കാം. അതുപോലെ ഫുട്ബോൾ മാച്ച് പലയിടത്ത്, ഇത് രണ്ടാമത്തെ, ഇതിൻ്റെ 2 ഉണ്ട്. ഇതിനപ്പുറത്ത് തന്നെ എപ്പോഴും മാച്ച് ഉണ്ടായിരുന്നു. രാത്രി 12 മണിക്കൊക്കെ കളിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ 2 ഫുട്ബോൾ പിച്ചുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബെനഗൽ കേവ്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് 4ാമത്തെ ദിവസം പോയി. അത് അവിസ്മരണീയമായിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അതാണ് ഈ കാണുന്ന വീഡിയോ. നല്ല സൺസെറ്റ് പ്ലാസ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റി സാൻഡ്വിച്ച് വിത്ത് ചിക്കനാണ് വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബോട്ടിൽ പോയി. നല്ല രസമാണ്. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് ബെനഗൽ കേവ് ഒരു അരമണിക്കൂർ വീഡിയോ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം. ഈ സ്ഥലം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോർട്ടിമോയ സെലക്ട് ചെയ്തതിൽ ഒരു കാര്യം. പിന്നെ സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ബിസി ലൈഫിൽ നിന്നൊന്ന് മാറി ഒന്ന് ചിലവഴിക്കാനായിട്ട്. പക്ഷേ ഇതൊരു 1.5 എക്സ്പീരിയൻസ്, 1.5 മണിക്കൂർ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബെനഗൽ കേവ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോയത്. അവിടുത്തെ ക്രൂ ആണിത്. അങ്ങനെ നല്ല ഒരു അനുഭവമായിരുന്നു. അതിനടുത്തുള്ള പ്രിയാഡി റോഷി എന്ന് പറയുന്ന ബീച്ചാണ്. ഞങ്ങളുടെ അടുത്ത് 5 മിനിറ്റ് വാക്കേ ഉള്ളൂ. ആ ബീച്ചാണിത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. അവിടുന്ന് എടുത്ത ഫോട്ടോസ് വീഡിയോസൊക്കെ അബ്സല്യൂട്ട്ലി നൈസായിട്ടുള്ളതുണ്ട്. ഇനിയും വരുന്നുണ്ട്. പതുക്കെ ഓരോരോ ദിവസമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിന് വാച്ചിങ് കുറവാണ്. അപ്പോൾ അതൊന്ന് നികത്തി തരാനായിട്ട് ഈ വീഡിയോകൾ ഉപകരിക്കട്ടെ എന്ന് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു. ഇത് ഫാറോ സിറ്റിയാണ്. ഫാറോ സിറ്റിയിൽ ഒരു ടോയ് ട്രെയിനാണിത്. ഇതിങ്ങനെ നല്ല രസമാണ്. ഫാറോ സിറ്റിയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ മുഴുവനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക വീഡിയോ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ നൗ. താങ്ക് യു.